ഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടങ്ങിയിറങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പാർശ്വഭിത്തിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലി കീറുന്നത് തടഞ്ഞില്ലെങ്കിൽ വീടിന് ഭീഷണിയാകുമെന്ന് കാണിച്ച് വയോധിക റവന്യൂ ഉൾപ്പെടുന്ന അധികൃതർക്ക് 1 വർഷം മുൻപ് നൽകിയ പരാതിയിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകാത്തതിനാലാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. ചുടുവാലത്തൂർ പാറക്കോട്ട് കളത്തിൽ ജാനകി പറഞ്ഞു. ഷൊർണൂർ ചുടുവാലത്തൂരിൽ പാറക്കോട്ട് കളത്തിൽ 60 വയസ്സുകാരിയായ ജാനകിയും ഏക മകളും താമസിക്കുന്ന വീടിന്റെ അടിത്തറ ഉൾപ്പെടെ ഒരു മഴ പെയ്താൽ ഇടിഞ്ഞിറങ്ങും എന്നതാണ് അവസ്ഥ. വീടിനോട് ചേർന്ന് കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പൊക്കി അതിനു മുകളിൽ സിമന്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ പാർശ്വഭിത്തിയാണ് പൂർണ്ണമായും ഇന്നലെ ഇടിഞ്ഞിറങ്ങിയത്. 15 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ തറയോട് ചേർന്ന ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയതോടെ വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭാ അധികാരികൾ. പക്ഷേ ഈ വീട് വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ആശങ്കയിലാണിവർ. ഇവരുടെ ഉടമസ്ഥതയിലുള്ള 4.5 സെന്റ് സ്ഥലത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. 1 വർഷം മുൻപ് ഈ സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലി കീറിയതെങ്കിലും അത് വിനയായത് പാറക്കോട്ട് കളത്തിൽ ജാനകിക്കായിരുന്നു. കരിങ്കല്ല് പടവുകൾക്ക് താഴെ ഉണ്ടായിരുന്ന വലിയ പാറക്കല്ലുകൾ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് റവന്യൂ അധികൃതർക്കും നഗരസഭയ്ക്കും ജാനകി പരാതി നൽകിയത്. വില്ലേജ് ഓഫീസർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തഹസിൽദാറും അന്വേഷിച്ചു പോലുമില്ലെന്ന ആക്ഷേപമുയരുന്നുണ്ട്. പാറ പൂർണ്ണമായി പൊട്ടിച്ചെടുത്തപ്പോൾ പാറയോട് ചേർന്ന് കെട്ടിയ ജാനകിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിയുകയാണ് ഉണ്ടായത്. ഒരു മഴ കൂടി പെയ്താൽ വീടിന്റെ ഒരു ഭാഗം ഇടിയുമെന്ന അവസ്ഥയിലാണിപ്പോൾ. ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്. 4.5 സെന്റ് സ്ഥലമുള്ളൂ. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ എന്താ മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിയതിൻ്റെ താഴത്ത് പള്ളിയിലെ കൃഷ്ണകുമാറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ എൻ്റെ മതിലും പിന്നെ അവൻ അതിൻ്റെ താഴെ കൂടെ ഒരു വെള്ളച്ചാല് പുതിയതായിട്ട് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയിൽ ഒരൊറ്റ ഭിത്തിയെ കെട്ടിയിട്ടുള്ളൂ. ആ ഒറ്റ ഭിത്തിയുടെ എൻ്റെ മതിലിൻ്റെ ഇടയിൽ കൂടെയാണ് അവൻ ചാലിട്ടിരിക്കുന്നത്. ആ ചാലിൻ്റെ ഇടയിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. അത് അവൻ കംപ്രസർ കൊണ്ടുവന്നിട്ട് JCB കൊണ്ടുവന്നിട്ട് കുറേ തിക്കി നോക്കാൻ നോക്കി, കിട്ടിയില്ല. അപ്പോൾ കംപ്രസർ കൊണ്ടുവന്നിട്ട് അവൻ അത് പൊട്ടിച്ചെടുത്തു. ആ പൊട്ടിച്ചെടുത്താലാണ് ഈ മതിൽ ഇതേ മതിലിനായി. കഴിഞ്ഞ 24/5 മാസത്തിലാണ്. ഡേറ്റ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അവരത് നേരെ വില്ലേജിലേക്ക് വിട്ടു. വില്ലേജിൽ നിന്ന് ഇതിന്ന് വീണ്ടും ഒരു അന്വേഷണം വേണം, അവിടെ ചാലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അവിടെ ചാലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുത്തത്. എൻ്റെ പ്രോപ്പർട്ടിക്ക് കേടുവരും, അതുകൊണ്ട് അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലും സമീപിച്ചത്, വില്ലേജിൽ നിന്ന് സമീപിച്ചത്. പക്ഷേ ഇത് രണ്ടും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ മുതലുടമ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഏകതർക്കമാക്കി മാറ്റിയിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിനും എനിക്ക് യാതൊരു മറുപടിയും വന്നില്ല. എൻ്റെ നിലവിലെ ആവശ്യം എനിക്ക് ഈ മതിൽ അവർ കെട്ടിത്തരണം. എനിക്ക് യാതൊരു കഴിവുമില്ല. ഒരു ഭർത്താവ് ക്യാൻസർ വന്നിട്ട് പെട്ടെന്നാണ് മരിച്ചത്. ഒരു മോളേ ഉള്ളൂ. ഞാൻ വീട്ടുപണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു ഗതിയില്ല. അപ്പം മോളുടെ കല്യാണം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് തന്നെ എന്താ ചെയ്യാൻ വിചാരിച്ചിട്ട് പിച്ചയ്ക്ക് ഇറങ്ങാൻ പോലെ നടക്കേണ്ട ഗതിയാണ്. അതുകൊണ്ട് എനിക്കിത് കെട്ടിയിട്ട് വേഗം ഉടനടി എനിക്ക് കെട്ടിത്തരണം. അല്ലെങ്കിൽ ഇനി വീണ്ടും ഇവിടുന്ന് ഈ വിണ്ടതൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആ വീണ്ടും ഇടിഞ്ഞ് അങ്ങോട്ട് പോയാൽ എൻ്റെ വീടിന് മോളിക്ക് കടമാണ്, KSF കടമാണ്. ആ കടം വീടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കടന്ന് കഷ്ടപ്പെടുക. അപ്പം ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പഠിച്ചിട്ട് വേണ്ടത് എനിക്ക് ചെയ്തു തരണം. എനിക്ക് അത്രയേ ഉള്ളൂ. വേറെ എനിക്ക് അവരുടെ പൈസ, എനിക്കെൻ്റെ മഴ കെട്ടിച്ചെടുക്കാനുള്ള പണം ഒന്നും വേണം പറഞ്ഞു. അതിന് എനിക്ക് കെട്ടി തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ നേർസാക്ഷ്യമാണ് വയോധികയും കുടുംബവും ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് നഗരസഭാംഗം പ്രസാദ് പറഞ്ഞു.